നമ്മൾ വീണ്ടും ഇടുക്കിയിലേക്ക് കയറിയിരിക്കുകയാണ്. മനോഹരമായ പുള്ളിക്കാനം വീഡിയോ നമ്മൾ കഴിഞ്ഞ മാസത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മാസം വീണ്ടും ഇടുക്കിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടിക്കാനം വാഗമണ്ണ് പോയവർക്ക് ഈ റൂട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ്. ഏലപ്പാറയിൽ നിന്ന് തേയിലക്കാട് വഴി വാഗമണ്ണിലേക്കൊരു യാത്ര അനുഭവിച്ചവർക്ക് തന്നെ ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ വഴി. മുമ്പ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെടുത്ത് മാറ്റിയിരിക്കുകയാണ്. തേയിലച്ചെടികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ മലകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് വഴി തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മഴ പെയ്തതുകൊണ്ട് ഈ പോകുന്ന വഴികളിലൊക്കെ ചില ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിലും നമുക്ക് കാണാനായിട്ടുള്ള ആ ഒരു പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ്. സൂപ്പർ വഴിയാട്ടോ. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കും പൈൻ ഫോറസ്റ്റും മുട്ടക്കുന്നും ഒന്നും കയറാതെ തന്നെ നേരെ ഉളുപ്പുണ്ണിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഉളുപ്പുണ്ണി ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങളൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടി കുറച്ചു നേരം ഓടിയതുകൊണ്ട് കുറച്ചു നേരം നടക്കാൻ തീരുമാനിച്ചു. എന്തായാലും നടന്ന് എത്തുമ്പോഴാണ് ഉളുപ്പുണ്ണി എത്തുന്നത് നമുക്കറിയാം. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരുപാട് ജീപ്പുകൾ ഒരുപാട് സഞ്ചാരികളെയും കൊണ്ട് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. ചോദിച്ചറിഞ്ഞപ്പോഴത്തേനും ഉളുപ്പുണ്ണി ടണലും ഒരു വെള്ളച്ചാട്ടവും ഇവിടെ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഉളുപ്പുണ്ണി ടണലും വെള്ളച്ചാട്ടവും കാണാനായിട്ട് തന്നെ തീരുമാനിച്ചു. ഉളുപ്പുണ്ണി ഈ വെള്ളച്ചാട്ടവും കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. നമ്മളിപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം ഈ വഴി വന്നപ്പോൾ വഴി തെറ്റി വന്ന് ഇവിടെ കയറിയതാണ്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഒരു ടണലും നമുക്ക് കാണാനായിട്ട് പറ്റി. ടണലിനുള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു വേനൽക്കാലത്ത് വന്നിരുന്നെങ്കിൽ. പക്ഷേ ഇത്രയും വെള്ളമുള്ളൊരു സമയത്ത് കാണാനും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലങ്ങളുണ്ട്. പണിയാവും ഇല്ല. ഈ വെള്ളച്ചാട്ടത്തിന് അപ്പുറത്തോട്ട് കാടാണെങ്കിലും അവിടെ ജനവാസ മേഖലയാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് വൈകുന്നേരം എത്തിയ ആളുകളാണ് ഇത്. അവരുടെ വീട്ടിലേക്ക് തിരിച്ച് പണി കഴിഞ്ഞ് പോകുന്ന ആ ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് നോക്കുന്നത്. ഉളുപ്പുണ്ണി ടണലും വെള്ളച്ചാട്ടവും കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാനുള്ളത് ഉളുപ്പുണ്ണി വ്യൂ പോയിൻ്റാണ്. എന്തായാലും വൈകുന്നേരമായി, ഏകദേശം 5:30 ഉണ്ട്. നമുക്കിനി ഇപ്പോൾ വ്യൂ പോയിൻ്റ് ആരോടെങ്കിലും ചോദിച്ചെങ്കിലേ അങ്ങോട്ടേക്ക് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ച് പോകാനായിട്ട്. ഡാം റിസർവോയർ വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് പോയി നോക്കാം. കുറേ നടന്നു ഇതുണ്ട്. ഏകദേശം 6:37 എന്തായാലും പെട്ട് തന്നെ ഇന്നത്തെ യാത്രാടി വഴിയായിരുന്നു. ഡാം റിസർവോയർ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഡാം റിസർവോയർ വ്യൂ പോയിന്റ്. ഇതിന് കുറച്ചുകൂടി നടന്നാൽ മതി. എന്തായാലും ഒരു 1 കിലോമീറ്ററോളം നമ്മൾ നടന്ന് ഈ വഴിയാണ് എത്തിയിരിക്കുന്നത്. ഉളുപ്പുണ്ണി ടോപ്പ് സ്റ്റേഷൻ, കവന്ത, വെള്ളാരംകുന്ന്, അങ്ങനെ 3 ടോപ്പ് സ്റ്റേഷനുകളാണ് ഇവിടെ ഉള്ളത്. അതായത് വ്യൂ പോയിൻറ്റുകൾ 3 വ്യൂ പോയിൻറ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കവന്ത വ്യൂ പോയിൻറ്റിലാണ്. അതായത് നമ്മുടെ യോബിൻ്റെ പുസ്തകത്തിലെ ഹോപ്പ് ഫാസിൽ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ സ്ഥലത്താണ് എന്നാണ് പറയുന്നത്.
നമ്മൾ 7 മണിയായപ്പോഴാണ് ഉളുപ്പുണ്ണിയിലെ റിസർവയർ വ്യൂ പോയിന്റിൽ നിന്നും തിരിച്ചറിഞ്ഞു പോകുന്നത്. രാത്രിയായി, നല്ല ഇരുട്ടാണ്. അത് ഒത്തിരി താമസിച്ചാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. മഴയൊക്കെ ആയതുകൊണ്ട് എന്നാലും ഇത് നല്ല ഇരുട്ടത്ത് നമ്മൾ നടന്നു പോവുകയാണ്. റിസ്ക്കാണ്, ഹൈ റിസ്ക് എലമെൻറ്റ്. ഇതിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോയി നോക്കാം എന്തായാലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്.